ഓണത്തിരക്കിലാണ് മലയാളികളെല്ലാം ദൂരസ്ഥലത്ത് ജോലി ചെയ്യുന്ന പലരും വീട്ടിലേക്കുള്ള യാത്രയിലാണ് ഈ ദിവസം. പൂക്കടകളിലും വസ്ത്രവിപണിയിലുമൊക്കെ അത് പ്രത്യേകമായി പറയേണ്ടതില്ല, എല്ലായിടത്തും വലിയ തിരക്കാണ്. വിവിധ ഇടങ്ങളിൽ ആ തിരക്കിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ഈ മണിക്കൂർ ലഭ്യമാണ്. മിഠായി തെരുവ് ഉൾപ്പെടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ജിബിൻ ജെബി തിരുവനന്തപുരത്ത് ജിബിൻ, ഉത്രാടപ്പാച്ചിൽ എന്നത് ഒരു പൊതുപ്രയോഗമായി ഇപ്പോൾ മാറിയിട്ടുണ്ട്. പക്ഷേ ഉത്രാടത്തിലെ പൂരാടമാണ്. ഇപ്പോൾ തന്നെ വലിയ തിരക്കാണ്. ഇനി ചിലപ്പോൾ മഴ പെയ്തേക്കുമെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. പക്ഷേ ചില ഓണത്തിന് ഈ ദിവസങ്ങളിൽ വലിയ മഴ പെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു. അത് വിപണിയെ ബാധിക്കുന്ന തിരുവനന്തപുരത്ത് കണ്ടിട്ടുണ്ട്. ഇന്നത്തെ ചാലയിലെ ഉൾപ്പെടെ തെക്കൻ കേരളത്തിലെ ആകെ പൊതു അന്തരീക്ഷം എങ്ങനെയാണ്? രതീഷ്, ഓണത്തിന് ഇന്ന് പൂരാട ദിനമാണ്, അടുത്ത ദിവസം ഉത്രാടപ്പാച്ചിലാണ്. പക്ഷേ അതിൻ്റെ രീതിയിലുള്ള വലിയൊരു തിരക്ക് തന്നെ തിരുവനന്തപുരം നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാനിപ്പോൾ നിൽക്കുന്നത് കനകക്കുന്നാണ്. കനകക്കുന്നിൽ സംസ്ഥാന സർക്കാരിൻ്റെ അതുപോലെ ടൂറിസം വകുപ്പിൻ്റെ കീഴിൽ നേതൃത്വത്തിലുള്ള ഓണം വാരാഘോഷത്തിൻ്റെ ഉദ്ഘാടനമാണെന്ന് 6 മണിക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. നമുക്ക് ഈ കാണുന്നത് പോലെ തന്നെ വലിയ രീതിയിലുള്ള ജനക്കൂട്ടം ഇപ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിത്തുടങ്ങിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഈ ഓണം എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് കനകക്കുന്ന്, നിശാഗന്ധി, മ്യൂസിയം, കവടിയാർ തുടങ്ങിയ റോഡുകളിൽ ഒരുക്കിയിരിക്കുന്ന വൈദ്യുത അലങ്കാരമാണ് അവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത്. അങ്ങോട്ടേക്കാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ രാത്രിയായി കഴിഞ്ഞാൽ ഓടിയെത്തുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, രതീഷ് നേരത്തെ ചോദിച്ച ഒരു കാര്യമുണ്ട്. ഇന്ന് പൂരാടമാണ്, പക്ഷേ ഉത്രാടപ്പാച്ചിൽ പോലെയുള്ള ഒരു തിരക്ക് തിരുവനന്തപുരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പഴവങ്ങാടിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പഴവങ്ങാടി ക്ഷേത്രത്തിന് സമീപത്തുള്ള തെരുവിലൊക്കെ വലിയ രീതിയിലുള്ള ജനക്കൂട്ടം എത്തുന്നുണ്ട്. കാരണം അവിടേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ് അങ്ങോട്ടേക്ക് ഓണത്തിൻ്റെ ഭാഗമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി എത്തുന്ന. അവിടെയൊക്കെ അതിൻ്റെതായിട്ടുള്ള ഒരു തിരക്കുണ്ട്. എന്തായാലും ഇന്നത്തെ പ്രധാന പരിപാടി എന്ന് പറയുന്നത് ഇന്ന് ഉദ്ഘാടനം, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന ഈ ഒരു ഓണ വാരാഘോഷമാണ്. 3-ാം തീയതി മുതൽ ഇന്ന് മുതൽ 9-ാം തീയതി വരെയായിരിക്കും ഈ ഓണം വാരാഘോഷം എന്ന് പറയുന്നത്. തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി 33 വേദികളിലാണ് പരിപാടികൾ ഒരുക്കിയിരിക്കുന്നത്. അത് തിരുവനന്തപുരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരഭാഗങ്ങളിൽ, അതുപോലെ തന്നെ കാട്ടാക്കട, നെടുമങ്ങാട്, വർക്കല, പോത്തൻകോട് തുടങ്ങി എല്ലാ കേന്ദ്രങ്ങളിലും ആയിട്ടാണ് ഈ 33 വേദികളും ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും തിരുവനന്തപുരത്ത് ഈ ഓണത്തിനെ വരവേൽക്കാൻ വേണ്ടി തിരുവനന്തപുരം ഒരുങ്ങിയിരിക്കുകയാണ്. പതിവാണ്, വിപുലമായ ഒരുക്കങ്ങളാണ് തിരുവനന്തപുരത്ത്. ഓണം തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ച് വളരെ 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 പ്രധാനമാണ്. അതിൻ്റെ ആഘോഷം, ആരവം വിപണിയിൽ എപ്പോഴും പ്രകടവുമാണ്.